ജൂലൈ 18 വ്യാഴാഴ്ച. മത്തായി 11 അധ്യായം 28 മുതൽ 30 വരെ വാക്യങ്ങൾ. 4 സുവിശേഷങ്ങളിലും യേശു പറഞ്ഞ ഏറ്റവും ആശ്വാസകരമായ വാക്കുകളിൽ ഒന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ക്ഷീണമോ വൈകാരികമായ തളർച്ചയോ നിരാശയോ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നലോ വിഷാദമോ അനുഭവപ്പെടുന്ന ഏതൊരാൾക്കും താൻ വിശ്രമം നൽകുമെന്ന യേശുവിൻ്റെ ആശ്വാസകരമായ വാഗ്ദാനം നമ്മെ തീർച്ചയായും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളെ തളർത്തുന്നത്? എന്താണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത്? എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുള്ളത്? നിങ്ങളുടെ ആകാംക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചോ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ സാമ്പത്തികമായോ ആശങ്കകളെക്കുറിച്ചോ ആകാം. ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾക്ക് അമിത ഭാരം അനുഭവപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാകാം. നാം എല്ലാവരും ഒരു പരിധിവരെ ക്ഷീണിതരാണെന്ന് നമുക്ക് കരുതാം. ഈ സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ ആ ക്ഷീണാവസ്ഥയെ നമ്മൾ നേരിടുന്നത്? നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കുകയാണോ, അതോ നമ്മുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും പങ്കുവെക്കുന്നുണ്ടോ? നാം നമ്മുടെ പ്രയാസങ്ങളും ഉത്കണ്ഠയും ക്ഷീണവുമെല്ലാം യേശുവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കൃപയ്ക്കും വിശ്രമത്തിനും വേണ്ടി അവനോട് അപേക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ആകുലതകളും ക്ഷീണവും യേശുവിലേക്ക് ലളിതമായി പറഞ്ഞാൽ അത് വലിയ അത്ഭുതം സൃഷ്ടിക്കും. എന്നാൽ നമുക്കറിയാം, അനുഭവത്തിൽ നിന്ന് എല്ലാം പെട്ടെന്ന് മാറാൻ പോകുന്നില്ല എന്ന്. നമ്മുടെ ആകുലതകളും ആശങ്കകളും യേശുവിനോട് പറഞ്ഞാലും അപ്പോഴും നമുക്ക് ഉത്കണ്ഠയും മറ്റും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ പോരാട്ടങ്ങളെ നാം യേശുവിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവ നേരിടുവാൻ ആവശ്യമായൊരു ശക്തി നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കും. ഒരുപക്ഷെ നമ്മോട് ചോദിക്കാവുന്ന ഇതാണ്: നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വയം ചോദിക്കാം, എൻ്റെ മനസ്സിലും ഹൃദയത്തിലും എന്തെല്ലാം ആശങ്കകളും ആകുലതകളും ഉത്കണ്ഠകളുമുണ്ട്? എന്നിട്ട് അല്പനേരം യേശുവിനോടൊപ്പം നിശബ്ദമായിരിക്കുക. വെറുതെ യേശുവിനോടൊപ്പം ആയിരിക്കുക. ഒന്നും പറയണമെന്നില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് അനുഭവിക്കുന്നതെല്ലാം യേശുവിന് ഇതിനകം തന്നെ അറിയാം. നിങ്ങളുടെ ഉത്കണ്ഠകൾ, ഭയങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഇതൊക്കെ യേശുവിൻ്റെ കൈകളിൽ വയ്ക്കുക. എന്നിട്ട് യേശുവിനോടൊപ്പം നിശബ്ദമായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും അനുഭവപ്പെട്ടു തുടങ്ങും. പ്രിയപ്പെട്ടവരെ, യേശുവിനോടൊപ്പം കഴിയുന്നത് നമുക്ക് യഥാർത്ഥ വിശ്രമബോധം നൽകുകയും അത് നമ്മുടെ ഭാരം ലഘൂകരിക്കുകയും ചെയ്യും. അവനിൽ വിശ്വസിക്കുക, അവൻ നമുക്കായി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.